ഹായ് ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അഫ്രാബൻ എഴുതിയിട്ടുള്ള ഉറൂനോക്കോ എന്ന് പറയുന്ന ഒരു നോവലാണ്. ഉറൂനോക്കോയുടെ സ്റ്റോറി ഒരു ഫീമെയിൽ നെറേറ്ററിൻ്റെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഒരുപക്ഷെ അത് ഈ ഒരു നോവൽ എഴുതിയ അഫ്രാബൻ തന്നെ ആയിരിക്കും. തെക്കേ അമേരിക്കയിലെ സുരിനാമിൽ തടവിലായിരിക്കുന്ന സമയത്ത് ഉറൂനോക്കോയെ അറിയാമായിരുന്നു എന്ന് നെറേറ്റർ ഇവിടെ പറയുന്നുണ്ട്. ഈ കഥ നടക്കുന്ന സമയത്ത് ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ഈ ഒരു സുരിന എന്ന് പറയുന്ന പ്ലേസ്. ശരിക്കും പറഞ്ഞാൽ ഉറൂനോക്കോ ഒരു അടിമയായിരുന്നില്ല. അദ്ദേഹം ഒരു റോയൽ പരമ്പരയുടെ അവസാനത്തെ പിൻഗാമിയായിരുന്നു. ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ രാജകുമാരനായ കോറമാൻഡിൽ ആണ് അദ്ദേഹം. യുദ്ധത്തടവുകാരെ പാശ്ചാത്യ കപ്പലുകൾക്ക് വിൽക്കുന്ന ട്രാൻസ് അറ്റ്ലാന്റിക് അടിമക്കച്ചവടത്തിൽ പങ്കെടുക്കുന്ന ധീരവും യുദ്ധസമാനവുമായ ഒരു രാജ്യമായിരുന്നു കോറമാൻഡിൽ. ഉറൂനോക്കോ വളർന്നതൊക്കെ കോർട്ടിൽ നിന്ന് മാറിയായിരുന്നു. അദ്ദേഹത്തെ മികച്ച സൈനിക നേതാവായി പരിശീലിപ്പിച്ച ഒരാളുണ്ടായിരുന്നു. അയാളുടെ മകളാണ് ഇമോ ഇൻഡ. ഒരു ദിവസം ഈ യുദ്ധത്തിനിടയിൽ ഇമോ ഇൻഡയുടെ പിതാവ് ഉറൂനോക്കോയുടെ ജീവൻ രക്ഷിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. 17കാരനായ ഉറൂനോക്കോ പുതിയ ജനറലായി മാറുകയാണ്. കൂടാതെ സുന്ദരനും ബുദ്ധിമാനുമായ ഒരു യുവാവായി അയാൾ കോർട്ടിലേക്ക് മടങ്ങിയതിനെപ്പറ്റി അഫ്രാബൻ ഈ ഒരു നോവലിൽ പറയുന്നുണ്ട്. നെറേറ്റർ ഉറൂനോക്കോയുടെ സ്വഭാവ സവിശേഷതകൾ ധാരാളമായി ഈ ഒരു നോവലിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ശാരീരിക സൗന്ദര്യം വിശദീകരിക്കുന്നതിൽ നെറേറ്റർ പ്രത്യേക താല്പര്യം കാണിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കോർട്ടിൽ ആയിരിക്കുമ്പോൾ ഒരിക്കൽ ഉറൂനോക്കോ തൻ്റെ വളർത്തച്ഛൻ്റെ മകളായ സുന്ദരിയായ ഇമോ ഇൻഡയെ സന്ദർശിക്കാനായിട്ട് പോവുകയാണ്. അവളെ കാണുമ്പോൾ തന്നെ അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്യുന്നുണ്ട്. അവർ ഒരുമിച്ച് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ സമൂഹത്തിൽ പുരുഷാധിപത്യ ആചാരങ്ങളനുസരിച്ച് ഉറൂനോക്കോയ്ക്ക് തൻ്റെ മുത്തച്ഛനായ രാജാവിൻ്റെ അനുഗ്രഹം വാങ്ങിയാലേ വിവാഹം കഴിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ വൃദ്ധനായ ഈ രാജാവ് ഇമോ ഇൻഡയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഓൾറെഡി കേട്ടിരുന്നു. അവളെ കോർട്ടിൽ വെച്ച് നേരിട്ട് കണ്ട ശേഷം അവളെ തൻ്റെ ദാസിയാക്കാനായിട്ട് അയാൾ തീരുമാനിക്കുകയാണ്. ഉറൂനോക്കോ നായാട്ടിനായിട്ട് പോകുന്ന സമയത്ത് രാജാവ് അവൾക്ക് ഒരു രാജകീയ മൂടുപടം അയച്ചു കൊടുക്കുകയാണ്. ആ ഒരു രാജകീയ മൂടുപടം എന്ന് ഉദ്ദേശിക്കുന്നത് അത് സ്ത്രീകൾക്ക് കോർട്ടിലേക്ക് വരാനുള്ള ഒരു ക്ഷണക്കത്താണ്. ഇങ്ങനെ ഈ ഒരു ക്ഷണം കിട്ടിയ സ്ഥിതിക്ക് ഇമോ ഇൻഡ അനുസരിക്കൽ ബാധ്യസ്ഥയാണ്. ഈ ഒരു മൂടുപടം അവൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവളൊരു കോർട്ടിലേക്ക് പോകൽ അവളെ മേൽ ബാധ്യസ്ഥയാണ്. ഇമോ ഇൻഡയെ രാജാവ് ഓട്ടാനിലെ കൊട്ടാരത്തിലേക്ക് മാറ്റുന്നു. അവിടെ ചെയ്യുന്നത്? അവിടെ പൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. അവളെ കീഴ്പ്പെടുത്താൻ രാജാവ് ശ്രമിച്ചെങ്കിലും കഴിവിൻ്റെ പരമാവധി അവൾ രാജാവിനെ എതിർത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓട്ടാനിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം കർശനമായിരുന്നു. രാജാവ് ക്ഷണിക്കാതെ ഉറൂനോക്കോയ്ക്ക് ഇമോ ഇൻഡയെ കാണാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചുറ്റുമുള്ള ഒരുപാട് പേരുടെ പ്രേരണ ഉണ്ടായിട്ടും ഈ ലവേഴ്സ് പരസ്പരം വിശ്വസ്തരായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. രാജാവിൻ്റെ ഭാര്യമാരിൽ ഒരാളായ ഒനാഹനിൽ നിന്നും ഇമോ ഇൻഡ ഇപ്പോഴും തന്നെ പ്രതീക്ഷിക്കുന്നു എന്ന് ഉറൂനോക്കോ അറിയുകയാണ്. അങ്ങനെ ഉറൂനോക്കോ ഒരു യുദ്ധത്തിന് പോവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. പോകുന്നതിന് മുമ്പ് ഇമോ ഇൻഡയുമായി തൻ്റെ വിവാഹം നടത്തണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ യോദ്ധാവുമായ എബോവൻ സഹായിക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് വരുന്നുണ്ട്. ഇവരെ സഹായിക്കാനായി എത്തിയ ഒനാഹനിലെ, അതായത് നേരത്തെ പറഞ്ഞ രാജാവിൻ്റെ ഒരു ഭാര്യ ഒനാഹനിലിനെ എബോവൻ വശീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയം ഉറൂനോക്കോയും ഇമോ ഇൻഡയും ആ രാത്രി ആ കൊട്ടാരത്തിൽ ഒരുമിച്ച് ചിലവഴിക്കുകയാണ്. യുദ്ധമുഖത്തേക്ക് ഉറൂനോക്കോയ്ക്ക് തിരിച്ചു പോകേണ്ടി വരികയാണ്. അങ്ങനെ വഞ്ചനയ്ക്കുള്ള ശിക്ഷയായിട്ട് രാജാവ് ഇമോ ഇൻഡയെ അടിമയായി വിൽക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു രാത്രി ആ ഒരു ഉറൂനോക്കോയുടെ കൂടെ ഇമോ ഇൻഡ ചിലവഴിക്കുകയാണ് ചെയ്യുന്നത്. അത് രാജാവ് അറിയുകയും ആ ഒരു വഞ്ചനയ്ക്കുള്ള ശിക്ഷയായിട്ട് രാജാവ് ഇമോ ഇൻഡയെ അടിമയായി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവളെ വധിച്ചതായിട്ടാണ് ഉറൂനോക്കോയെ രാജാവ് അറിയിക്കുന്നത്. ഇത് കേട്ട ഉറൂനോക്കോയ്ക്ക് ജീവിക്കാനും പോരാടാനുമുള്ള എല്ലാ ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു. അവൻ തൻ്റെ സൈന്യത്തെ ഉപേക്ഷിച്ച് കൂടാരത്തിലേക്ക് തിരിച്ചുപോയി. ഇമോ ഇൻഡ ഇല്ലാതെ ഒരു ജീവിതം അവന് ചിന്തിക്കാനേ കഴിയില്ലായിരുന്നു. എങ്കിലും തോൽവിയുടെ വക്കിലെത്തിയ സൈന്യത്തെ ഉറൂനോക്കോ ചെന്ന് വിജയിപ്പിക്കുന്നതും ഈ ഒരു നോവലിൽ പറയുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് സീ ക്യാപ്റ്റൻ കോറമാൻഡിൽ വരികയും ഉറൂനോക്കോ രാജകീയ അതിഥിയായിട്ട് അയാളെ സ്വീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. പക്ഷേ ക്യാപ്റ്റൻ ഉറൂനോക്കോയെ തൻ്റെ കപ്പലിലേക്ക് ക്ഷണിക്കുകയും അയാളെയും കൂട്ടരെയും അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നതായിട്ടും പറയുന്നുണ്ട്.
ക്യാപ്റ്റൻ ഉരുനോക്കോയെ സുറിനാമിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ഉരുനോക്കോയെ ഒരു അടിമക്കച്ചവടക്കാരന് വിൽക്കുന്നുണ്ട്. അടിമക്കച്ചവടക്കാരൻ ഉരുനോക്കോയ്ക്ക് സീസർ എന്ന് പേര് നൽകി. അവിടെ വെച്ച് അയാൾ ഇമോ ഇന്ത്യയെ കണ്ടെത്തുകയും അവർ വീണ്ടും ഒന്നിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയുള്ളവർ അവരെ ദമ്പതികളായി തന്നെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഒരുമിച്ച് താമസിക്കുകയും ഇമോ ഇന്ത്യ ഗർഭിണിയാവുകയും ചെയ്തു. ഈ സമയം സീസർ തൻ്റെ കുടുംബത്തെ തിരികെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. പക്ഷേ തന്നെ മോചിപ്പിക്കാത്തതിൽ അയാൾക്ക് സംശയമുണ്ടായി. കാരണം എന്താ അറിയോ, അടിമക്കച്ചവടക്കാരൻ മോചിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടും സീസറിനെ മോചിപ്പിക്കുന്നില്ല. അതിൽ അയാൾക്ക് നല്ല ഡൗട്ട് ഉണ്ടാവുകയാണ്. സുറിനാമിൽ കൊളോണിയൽ ഗവൺമെൻറ്റിൻ്റെ ഡെപ്യൂട്ടി ഗവർണർ ബയാം എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളെ അവിടെ തന്നെ അടിമയാക്കി നിലനിർത്താൻ ആ ഒരു ബയാം പദ്ധതി ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു ഉരുനോക്കോയെ അവിടെ തന്നെ ബന്ദിയാക്കി വെക്കാൻ ഇവർ പദ്ധതി ഇട്ടിട്ടുണ്ട്. സീസർ അവിടെയുള്ള അടിമകളെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവിടെ നിന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അവർക്കൊക്കെ അറിയാം. സീസറിൻ്റെ സുഹൃത്ത് ഒഴിച്ച് ബാക്കിയുള്ളവർ അവിടെ നിന്ന് പലായനം ചെയ്തു. സീസറുള്ള സ്ഥലത്ത് നിന്ന് അവൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട്. സീസറും അതുപോലെ തന്നെ അവൻ്റെ ഗർഭിണിയായ ഇമോയിൻ്റെയും തോട്ടമുടമകളെ നേരിടാനായിട്ട് തന്നെ അവർ തീരുമാനിക്കുകയാണ്. അവർ ധീരമായിട്ട് ആ ഒരു തോട്ടമുടമകൾക്കെതിരെ അവർ പോരാടുകയും ചെയ്യുന്നുണ്ട്. വിഷം പുരട്ടിയ അമ്പുകൊണ്ട് ഇമോയിൻ്റെ ബയാമിൻ്റെ തോളിൽ മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അടിമക്കച്ചവടക്കാരൻ്റെ സഹായത്തോടെ ബയാം സീസറിനെ കീഴടങ്ങാനായിട്ട് പ്രേരിപ്പിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാമെന്ന് സമ്മതിച്ച് ഒരു കരാറുണ്ടാക്കുകയും ചെയ്തു. പക്ഷേ അപ്പോൾ തന്നെ ബയാം അതെല്ലാം തെറ്റിക്കുന്നുണ്ട്. അവൻ ഇമോ ഇന്ത്യയെ പിടികൂടുകയും സീസറിനെയും ഫ്രണ്ടിനെയും ചാട്ടവാറടിക്കുകയും ചെയ്യുന്നതായിട്ട് നോവലിൽ പറയുന്നുണ്ട്. സീസർ ബയാമിനോട് പ്രതികാരം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഈ നീണ്ട കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷിക്കാനായിട്ട് അവൻ ഇമോ ഇന്ത്യയുടെ അനുവാദത്തോടു കൂടി അവളെയും ആ ഒരു ഗർഭസ്ഥ ശിശുവിനെയും കൊലപ്പെടുത്തുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ, അതായത് ഇനി അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ചിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ പിന്നീട് ബയാമിനോട് പ്രതികാരം ചെയ്യുന്നതിൽ അവൻ പരാജയപ്പെടുന്നുണ്ട്. പക്ഷേങ്കിൽ സീസറിനെ അവിടെ നിന്ന് സീസറിൻ്റെ സമ്മതമില്ലാതെ തന്നെ ആ ഒരു സീസറിൻ്റെ സുഹൃത്തുക്കൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. ബയാമിനെ കൊല്ലാനായിട്ട് സീസർ പല പദ്ധതികളും ഇട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരിക്കൽ ക്രൂരനായ ഐറിഷുകാരനായ ഒരു ബെനിസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ ഒരു വ്യക്തിയോട് ബയാമിൻ്റെ നിർദ്ദേശപ്രകാരം ബയാം ആ ഒരു വ്യക്തിയോട് പറയും സീസറിനെ തട്ടിക്കൊണ്ടുപോകാൻ. അങ്ങനെ ആ ഒരു ബയാമിൻ്റെ നിർദ്ദേശപ്രകാരം ആ ഒരു ബെനിസ്റ്റർ സീസറിനെ തട്ടിക്കൊണ്ടുപോകും. അങ്ങനെ സീസറിനെ കൊണ്ടുപോയി കെട്ടിയിട്ട് കൊല്ലുന്നതിലൂടെയാണ് ഈ ഒരു ഉരുനോക്കോ എന്ന് പറയുന്ന നോവൽ അവസാനിക്കുന്നത്. ഇത്രയുമാണ് ഈ ഒരു നോവൽ എന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.